നമസ്കാരം. മുഖാമുഖം പങ്ക്തിയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ്. സംസ്ഥാനം ചർച്ച ചെയ്യുന്നതും തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ തന്നെ. ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായ രൂപീകരണം നടക്കുന്നതും ഈ കാലഘട്ടത്തിലാണ്. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ വ്യക്തിത്വങ്ങൾ തങ്ങളുടെ നിലപാടുകളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുകയാണ് മുഖാമുഖം പങ്ക്തിയിലൂടെ. അത് അഭിപ്രായ രൂപീകരണത്തിൽ ജനങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഇപ്പോൾ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും ദീർഘകാലം നിയമസഭയിൽ അംഗവുമായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസാരിക്കുന്നു. നമസ്കാരം ശ്രീ. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന വിജയമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വിജയം ആവർത്തിക്കും എന്നൊരു പ്രതീക്ഷ പൊതുവെ ആ വികാരം കേരളത്തിലുണ്ടാവുകയും ചെയ്തു. പക്ഷെ എന്നാൽ പോകെ ആ ഇതിന് ഒരു മങ്ങലേറ്റിട്ടുണ്ടോ എന്നൊരു സംശയം. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നതായിരുന്നു ഒരു പൊതുവായിട്ടുള്ള ഒരു വികാരം. അതേസമയം CPM ആവർത്തിച്ച് പറഞ്ഞു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നില്ല എന്ന്. അതേസമയം ഭരണ നേട്ടങ്ങൾ വിവരിക്കുന്ന വലിയ തോതിലുള്ള പ്രചണ്ഡമായ ഒരു പ്രചരണ പ്രവർത്തനവും LDFിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് വളരെ ആസൂത്രിതവും ആയിട്ടുള്ളൊരു ഇത് ഉണ്ടാവുകയും ചെയ്തു. ഇതൊക്കെയും UDFന് ഒരു അമ്പരപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ നിലവിൽ? ഇതുപോലുള്ള എല്ലാ സിറ്റുവേഷൻസും ഗ്രാമപഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് സമിതികളുടെ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നല്ലോ. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും എന്തേ ജനങ്ങളെ അവർക്ക് പിടിക്കാൻ പറ്റാതെ പോയി? ജനങ്ങൾ എന്താ വെട്ടി വീഴാതെ പോയി? ജനങ്ങളെല്ലാവരും അവരുടേതായ മനസ്സുകൊണ്ടൊരു ഉറച്ച തീരുമാനമുണ്ട്. 10 കൊല്ലം നടത്തിയതിനേക്കാൾ അപ്പുറത്ത് എന്ത് അത്ഭുതം നിങ്ങൾ ചെയ്യാൻ എന്നുള്ള ചോദ്യമാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്. അത് പ്രചരണം കൊണ്ട് മറികടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പരസ്യം കൊടുക്കുകയാണ്. പരസ്യം കൊടുക്കുന്ന നാട്ടുകാരുടെ കാശാണ്. റേഷൻ കൊടുക്കേണ്ട കാശെടുത്താണ് പരസ്യത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പണം ഞാൻ ഒരു വിവരാവകാശം അനുസരിച്ച് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് കിട്ടിയ മറുപടി ഏതാണ്ട് 2000 കോടിക്കപ്പുറത്ത് ഈ പരസ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഈ 2000 കോടി രൂപയുണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിൽ എത്രയോ പാവങ്ങൾക്ക് സൗജന്യം കൊടുക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ ലൈഫിലെ വീടുകൾ പൂർത്തീകരിക്കാൻ കഴിയില്ലായിരുന്നു. സാധുക്കളായിട്ടുള്ള ആളുകൾ അപേക്ഷയും കൊടുത്ത് പിന്നാലെ നടക്കുകയല്ലേ ഒരു മെയിൻ്റനൻസ് ഗ്രാൻറ്റിന് വേണ്ടി. ഈ 2000 കോടി രൂപ സർക്കാരിൻ്റെ കയ്യിലുണ്ടാവുകയും അത് ഈ നല്ല കാര്യത്തിന് വിനിയോഗിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ അഡീഷണലായിട്ടൊരു പണമില്ലാതെ തന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ നടക്കാൻ പറ്റുമായിരുന്നല്ലോ. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് എന്ത് കാര്യം ചോദിച്ചാലും ഞങ്ങളുടെ ഈ പണമില്ല എന്നല്ലേ പറയുന്നത്. ഈ 2000 കോടി രൂപ പിന്നെ എവിടെ നിന്ന് വന്ന് ആർക്ക് വേണ്ടി? ഏതാനും ചില ആളുകളുടെ മുഖം പത്രത്തിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ജനങ്ങളുടെ ഈ പണം ദുർവിനിയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞമ്മക്ക് ഇതുപോലൊരു നടപടി ഏതെങ്കിലും ഗവൺമെൻറ് ഏതെങ്കിലും കാലത്ത് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാലത്ത് ചെയ്തിട്ടുണ്ടോ? പരസ്യത്തിൻ്റെ പുറത്ത് ജനങ്ങളുടെ മനസ്സ് മടിപ്പിക്കാൻ പറ്റിയേക്കും എന്നുള്ള ചിന്തയോടുകൂടി ഇരിക്കുകയാണ്. ഇത് 2 പ്രശ്നമുണ്ട്. ഒന്ന്, അനുദിന ജീവിതത്തിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ, അതോടൊപ്പം ജീവിത യാഥാർത്ഥ്യങ്ങൾ. ഈ യാഥാർത്ഥ്യങ്ങളെ നേരിടുന്നതിന് പകരം ഇവർ പരസ്യം കൊടുത്തൊന്നുമില്ലെന്ന് പറയുന്നത് പോലെയാണ്. പെയിൻ്റ് അടിച്ച് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെയാണ്. ഏറ്റവും ഒരു ജീർണിച്ച കെട്ടിടത്തിന് പെയിൻ്റ് അടിച്ചാൽ അതിൻ്റെ അടിത്തറ ശക്തിപ്പെടുമോ? അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? പെയിൻ്റ് അടിച്ചാൽ പെയിൻ്റ് ഇരിക്കുന്നിടത്തോളം കാലം അതൊക്കെ കാണും. പക്ഷേ അതിനൊന്നും നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. അപ്പോൾ UDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. എന്തുകൊണ്ട് ഈ ഭരണം മാറണം എന്നാണ് UDF പറയുന്നത്? എന്തുകൊണ്ട് ഈ ഭരണം നിൽക്കണം എന്ന് ഈ ഗവൺമെൻറ് ഒന്ന് പറയട്ടെ. എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് നിൽക്കുന്നത്? എന്താ നമ്മുടെ ഇലക്ട്രിസിറ്റി ചാർജ് കുറച്ചത് കൊണ്ടാണോ? ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ് കുറച്ചിരുന്നല്ലോ. ശ്രീ ആര്യാട് മുഹമ്മദ് അല്ലേ അന്ന് മന്ത്രി? ഇലക്ട്രിസിറ്റി ചാർജ് കുറച്ചത് കൊണ്ടാണോ? വെള്ളത്തിൻ്റെ കരം കുറച്ചത് കൊണ്ടാണോ? ബസ് ചാർജ് കുറച്ചത് കൊണ്ടാണോ? ഈ നാട്ടിൽ എന്ത് സൗജന്യം കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് വീണ്ടും അധികാരം വേണം എന്ന് പറയാൻ? ജനങ്ങളോട് പറയുമ്പോൾ ചില ന്യായങ്ങൾ പറയട്ടെ. എന്ത് ന്യായങ്ങളാണ്? ഇവരുടെ ഫോട്ടോ കാണുന്നതിന് വേണ്ടി വീണ്ടും ഞങ്ങൾക്ക് ഭരണം താ എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ജനങ്ങൾ വോട്ട് ചെയ്യുമോ? അതവരുടെ വ്യക്തിഗതമാണ്, അവരുടെ താല്പര്യ സംരക്ഷണമാണ്. അതിനൊന്നും ജനങ്ങളങ്ങനെ കൂട്ടുനിൽക്കുന്ന സ്വഭാവക്കാരല്ല, പ്രത്യേകിച്ച് കേരളീയം. വലിയ തോതിലുള്ള വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും നടന്നും അതിൻ്റെ തുടർച്ചയ്ക്കായിട്ട് ഭരണം വേണം എന്നാണ് അവകാശപ്പെടുന്നത്.
ഞാൻ ചോദിക്കട്ടെ, 76,000 കോടി രൂപയാണ് കിഫ്ബിക്ക് വേണ്ടി വായ്പ എടുത്തത്. ആ 76,000 കോടി രൂപയുടെ തിരിച്ചടവ് നടക്കട്ടെ. ആ തിരിച്ചടവ് എവിടുന്നാ? നമ്മൾ കൊടുക്കുന്ന ടാക്സ് ചെയ്ത്. അപ്പോൾ ഇവർ കൊടുക്കുന്ന പണം തുല്യമായി വിതരണം ചെയ്ത ഒരു പ്രശ്നമില്ല. അത് കുമിഞ്ഞുകൂടുകയാണ് ചില നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള പ്രദേശങ്ങളിൽ. അവിടുത്തെ ആളുകൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുകയാണ്. നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളെടുക്കും. ആ ജില്ലകളിൽ ഈ ഗവൺമെൻറ് ഈക്വലായിട്ടാണോ തുക വിതരണം ചെയ്തിട്ടുള്ളത് എന്ന് പരിശോധിക്കൂ. ഈക്വലായിട്ട് തുക വിതരണം ചെയ്യാതിരിക്കുന്ന തെറ്റാണ് എന്നൊരു നിലപാട് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്ത്യ ഗവൺമെൻറ് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെക്കുറിച്ച് ആലോചിച്ചു പോലും ഇല്ലല്ലോ. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി പണം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ പ്രദേശം ഉണ്ടോ എന്ന് അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ അവിടെ പരാതി പറയാൻ വേണ്ടി ഒരു വാദഗതി, അതേ വാദഗതി ഞങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ മറ്റൊരു മറുവാദഗതി. അതൊന്നും നിൽക്കില്ല. ഇതൊന്നും ബുദ്ധിമാന്മാരായ കേരളീയരുടെ മുമ്പിൽ വിലപ്പോവുകയേയില്ല. അപ്പോൾ ഈ വികസന പ്രവർത്തനങ്ങളിൽ ഒരു അസമത്വം ഉണ്ടായിട്ടുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്. അത് നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുകയല്ലേ. വികസന പ്രവർത്തനത്തിൽ അസന്തുലിതാവസ്ഥ ഉണ്ടായെന്ന് മാത്രമല്ല, 41 നിയോജക മണ്ഡലത്തെ മാറ്റിയിട്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ പോസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ട് കേരളം വളർന്നു, പക്ഷേ ആ നിയോജകമണ്ഡലം തകർന്നു. ഞാൻ ചോദിച്ചു, ആ നിയോജകമണ്ഡലം കൂടെ ചേരുന്നതല്ലേ ഈ 140 നിയോജകമണ്ഡലങ്ങൾ? അതും കേരളത്തിൻ്റെ ഭാഗമല്ലേ? ഇതിനെ മാത്രം വെട്ടിമാറ്റി തകർക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഇവരുടെ സമീപനം വികസനമല്ല, കൂടെ നിൽക്കുന്നവൻ്റെ വികസനമാണ്. അതിനോട് നമുക്ക് യോജിപ്പില്ലാത്തത്. പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലങ്ങളെ അവഗണിക്കുകയും സ്വജനപക്ഷപാതം കാണിക്കുകയും ചെയ്തു എന്നാണ് അങ്ങ് പറയുന്നത്. സ്വജനപക്ഷപാതത്തിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ 12 ലക്ഷം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ടിയിരുന്ന ജോലി പിൻവാതിലിൽ കൂടി ആളിനെ കയറ്റിയില്ലേ? ക്യൂ നിർത്തി കയറ്റിയില്ലേ? എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് 28-30 കൊല്ലക്കാലമായി ആളുകൾ ക്യൂവിൽ നിൽക്കുകയാണ്. അവർക്കൊരു നിയമനം പോലും കൊടുക്കാതെ 12 ലക്ഷം ആളുകളെ നേരെ കയറ്റിയില്ലേ? കയറ്റിയെന്ന് മാത്രമല്ല, അവരെ സ്ഥിരപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. കാരണം പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരം എല്ലാ റിസർവേഷൻ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് കയറി വരുന്ന ആളുകൾക്ക് നിയമന നിരോധനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇവരെ സ്ഥിരപ്പെടുത്തുമെന്ന് പറയുന്നത്. ഇതിനെല്ലാം ബദലായി UDF എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്? ജനങ്ങളുടെ മുമ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്താണ്? പറഞ്ഞല്ലോ, ശ്രീ രാഹുൽ ഗാന്ധി തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, 5 ഇന പരിപാടികൾ. വീട്ടിലെ മുഴുവൻ വീട്ടമ്മമാർക്കും ശമ്പളം കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടി, അവർക്കെല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നവർ, കേരളത്തിലെ സർവമാന സ്ത്രീകൾക്കും, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പോപ്പുലേഷനിലെ ഭൂരിപക്ഷ സ്ത്രീകളാണ്. ആ സ്ത്രീകൾക്കെല്ലാവർക്കും ഫുള്ളായിട്ട് സൗജന്യം KSRTC കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലോ. ഞാൻ ചോദിച്ചു, ഇതിനേക്കാൾ കൂടുതൽ ഒരു നടപടി ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനുണ്ടോ? അതുപോലെ 5000 രൂപ പ്രതിമാസം കിട്ടുന്നവരുടെ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ലേ? ഈ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതി വെച്ചുകൊണ്ട്, ആ പദ്ധതി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിന് അനുകൂലമായിട്ടാണ് ഞങ്ങൾ ക്യാമ്പയിൻ നടത്തുന്നതും ജനങ്ങളുടെ അംഗീകാരം തേടുന്നതും. ഈ ധനകാര്യമായിട്ട് വലിയ കടക്കിണിയിലാണ് കേരളം എന്നത് പ്രതിപക്ഷം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഈ സ്ഥിതിയിലുള്ള ഒരു കേരളം എങ്ങനെ ഈ സൗജന്യങ്ങളൊക്കെ നടപ്പാക്കും? ഇവിടെ യഥാർത്ഥത്തിൽ സൗജന്യം ഇപ്പോൾ ഇവരുണ്ടാക്കിയ കടമാണ്, ഞങ്ങളുണ്ടാക്കിയ കടമൊന്നുമല്ലോ. അതിൽ 15 നയാ പൈസ പോലും ഞങ്ങളുടെ നിയോജക മണ്ഡലങ്ങളുടെ ഒരിടത്തുനിന്നും കൊടുത്തിട്ടുമില്ലോ. 6 ലക്ഷം കോടി രൂപയാണ് കേരളത്തെ കടത്തിൽ എത്തിച്ചിരിക്കുന്നത് ഇവർ. 6 ലക്ഷം കോടി രൂപ. ടോട്ടൽ പോപ്പുലേഷൻ 6 ലക്ഷം കോടി എന്ന് മേളിൽ എഴുതിയിട്ട് അടിയിൽ ടോട്ടൽ പോപ്പുലേഷൻ വെച്ച് അത് ഹരിച്ചെടുത്താൽ ഒരാളിൻ്റെ പേരിൽ എത്ര കോടി രൂപ ഇവർ കടമെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇതുപോലൊരു ക്രൂരമായ നടപടി ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? 5 കൊല്ലക്കാലത്തേക്ക് അവർക്ക് ഭരണം കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളും എല്ലാം പണയപ്പെടുത്തുക എന്നാണോ? 5 കൊല്ലക്കാലത്തേക്കല്ലേ ഉള്ളൂ. 5 കാലത്തേക്ക് കൈ കിട്ടിയ സന്ദർഭം ഉപയോഗിച്ച് കേരളം തന്നെ തീരെഴുതി കൊടുക്കാൻ തീരുമാനിച്ചാലോ? അതാണ് ഇവിടെ നടക്കുന്നത്. ഈ ശ്രീമാൻ PT ചാക്കോയ്ക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രി എന്ന് പേരെടുത്തയാളാണ് താങ്കൾ. താങ്കളുടെ കാലത്ത് ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? എപ്പോഴും അതിലൊരു മുദ്രാവാക്യമുണ്ട്, സമചിത്തെ ദൃഢഭാവേ, ദൃഢഭാവേ സമചിത്തെ. അതാണ് പോലീസിൻ്റെ മുദ്രാവാക്യം തന്നെ. എൻ്റെ കാലത്ത് അത് തന്നെയാണ് നടന്നത്. ദൃഢയുടെ സമചിത്തത വിടാതെ ദൃഢഭാവത്തോടു കൂടി ആരോട്
അക്രമം കാണിക്കുന്നവരുടെ, അനീതി കാണിക്കുന്നവരുടെ, തെറ്റ് കാണിക്കുന്നവരുടെ അവരോട് വളരെ സുദൃഢമായ നിലപാടെടുക്കുക. മുഖം നോക്കുകയില്ല. അവൻ്റെ പാർട്ടി ഏതാ, അവൻ്റെ പോക്കറ്റിലെ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് ഏതാണ് എന്ന് നോക്കിയിട്ടല്ല നിയമം നടപ്പാക്കേണ്ടത്. നിയമം നടപ്പാക്കേണ്ടത് അനീതിക്കെതിരായിട്ടുള്ള ഒരു തുല്യ സ്കെയിൽ വെച്ച് നമുക്ക് പിടിക്കാൻ പറ്റണം. അല്ലാതെ ചില ഇഷ്ടപ്പെട്ട ആളുകളുടെ അവിടെ വരുമ്പോൾ സ്കെയിൽ വളച്ചു പിടിക്കുക, ഇഷ്ടമില്ലാത്ത ആളുകളെ വരുമ്പോൾ സ്കെയിൽ നേരെ തകർക്കുക. ആ നിലപാട് ശരിയല്ലല്ലോ. ഇപ്പോൾ കേരളത്തിൽ ഏത് നടപടി വേണമെങ്കിലും നോക്കിയോളൂ. ഇപ്പം നമ്മളുടെ ഒരു മന്ത്രി അഭിനയിച്ചു, കണ്ണൂർ പോയി പുള്ളിക്കാരിയെ റെയിൽവേ സ്റ്റേഷൻ്റെ പടിക്ക് വെച്ച് കരിങ്കൊടി കാണിച്ചു എന്നുള്ള. വളരെ കരിങ്കൊടി എന്ന് പറയുന്നത് കത്തിയാക്കി മാറ്റി കത്തി കൊണ്ട് കുത്താൻ ചെന്നായി വധശ്രമത്തിന് കേസ് കൊടുത്തു. ഞാൻ പറയും, കരിങ്കൊടി കാണിച്ചാൽ വധശ്രമത്തിന് കേസെടുക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കിരാത ഭരണമെന്ന് പറയുന്ന സർസിപ്പിയുടെ കാലത്ത് പോലും അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇത് അതിനേക്കാൾ കിരാതമല്ലേ? ആ നടപടിയാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതൊക്കെ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് അതിനോടൊന്നും യോജിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഇവരെല്ലാം ഒരു പരാജയപ്പെട്ടു പോകാൻ സാഹചര്യം ഉണ്ടാകുന്നത്. ഞാൻ അത്ഭുതമൊന്നും കാണിച്ചിട്ടില്ല, നീതി കാണിച്ചിട്ടാണ്. ആ നീതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല. അതേസമയം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആഭ്യന്തര വകുപ്പിൽ, പ്രത്യേകിച്ച് പോലീസിൽ ബാഹ്യ ശക്തികളുടെ ഒരു സ്വാധീനമുള്ളതായി ആരോപിക്കപ്പെടുന്നു. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ആരോപിക്കുന്നു പോലീസിൽ RSS വൽക്കരണം നടക്കുന്നു, RSSൻ്റെ സ്വാധീനമുണ്ടെന്ന് പറഞ്ഞു. ചിലർ ആരോപിക്കുന്നു പോലീസിൽ ഇസ്ലാമിൻ്റെ സ്വാധീനം, തീവ്രവാദികളുടെ സ്വാധീനം, ഇസ്ലാം തീവ്രവാദികളുടെ സ്വാധീനമുണ്ട്. ഇതിലെന്തെങ്കിലും കഴമ്പുള്ളതായിട്ട് അങ്ങേക്ക് തോന്നുന്നു? കഴമ്പിൻ്റെ കാര്യമല്ലല്ലോ. പോലീസിനകത്ത് ഇതുപോലുള്ള ഒരു ശക്തികൾ വരാതിരിക്കാൻ നോക്കേണ്ടതാരാ? പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ. ഇവിടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊന്നില്ലേ? ഇവിടെ അതനുസരിച്ച് നടപടി എടുക്കാൻ പറ്റിയാലേ. അത് സർവീസിലിരിക്കുന്നവരെയും സർവീസിന് പുറത്തുള്ളവരെയും സർവിലൻസ് നടത്തുന്നതിന് വേണ്ടിയുള്ള അധികാരം ഇവർക്കുണ്ടല്ലോ. അവർക്ക് എന്തെല്ലാം എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, മോഡേൺ എക്യുപ്മെൻറ്റ്സ്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. പോലീസിൻ്റെ കയ്യിലുണ്ടാകാൻ സാധ്യതയുള്ള എക്യുപ്മെൻറ്റ്സ് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് അപ്പോൾ കണ്ടുപിടിക്കുന്നതിന് കഴിഞ്ഞാലും പക്ഷേ ഒരു നടപടിയുമായി മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? അവിടെയാണ് മേളിലുള്ള ഏതോ സ്വാധീനം വന്നുപെട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ അധികായനാണ് താങ്കൾ. തുടർച്ചയായി 7 തവണ നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച ആൾ. അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ്? ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്നെല്ലാം മനസ്സിലായില്ലേ? UDF വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരും. അത് UDFൻ്റെ ഒരു രാഷ്ട്രീയ മോഹം മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ഇംഗിതമാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുകയാണ്. ഈ ഗവൺമെൻറ് തന്നെയാണെങ്കിലും ഇനി അവർക്കൊന്നും ചെയ്യാനില്ലല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം 15-ാം തീയതിയോടുകൂടി 16-ാം തീയതിയോടുകൂടി വരുമെന്നാണ് പറഞ്ഞാൽ കേവലം 24 അല്ലെ 48 മണിക്കൂറിലെ ഇവരുടെ മുമ്പിലുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് എന്ത് പുത്തൻ കാര്യം ചെയ്യാനാണ്? അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ഞാൻ അങ്ങോട്ട് നേരത്തെ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. എല്ലാ കാര്യത്തിലും കേരളത്തിലെ സർവമാന ജനങ്ങളെയും ഒരുപോലെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന തീരുമാനമെടുക്കാൻ ഇവർക്കല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയുമോ? എന്നിട്ട് അവരുടെ മുമ്പിൽ ബഹളം കാണിക്കുക, ഭരണഘടന എന്ന് പറഞ്ഞാൽ കുന്തോ കുടച്ചക്രോ എന്ന് ചോദിച്ച് അപമാനിക്കുക, അങ്ങനെ നമ്മുടെ രാഷ്ട്രത്തെ തന്നെ ജനങ്ങളുടെ മുമ്പിൽ അവഹേളിക്കുക, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ എത്രയോ സംഭവം. ചെറിയ ആളുകളൊന്നുമല്ലത്, ഇതൊക്കെ വലിയ വമ്പൻ സ്രാവുകളാണ്. അവരാണ് ഈ പണിയൊക്കെ ചെയ്ത്. എന്തിനാ? അവർക്ക് ഈ കുന്തോ കുടച്ചക്രോ അല്ലെന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ടല്ല. ഈ ഭരണഘടന എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നൊരു മെസ്സേജ് ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ആ തെറ്റായ പ്രവർത്തനത്തോട് നമുക്കാർക്കെങ്കിലും യോജിക്കാൻ പറ്റുമോ? ഇതാണ് നിലവിലുള്ള ഒരു സ്ഥിതി. ഈ നിലവിൽ കേരളത്തിൽ NDA ശക്തിപ്പെടുന്നു, പ്രത്യേകിച്ച് BJP ശക്തിപ്പെടുന്നുണ്ട്. ഈ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് എന്താണ്? ഞങ്ങളിപ്പോൾ ആർക്കും എതിരല്ല. ഞങ്ങളെല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ ചില പക്ഷേ ആദർശങ്ങളുണ്ട്. ആ ആദർശത്തിനകത്ത് വെള്ളം ചേർക്കാൻ പറ്റില്ല. ഗാന്ധിജിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും കാലത്ത് അന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഞങ്ങൾ സംശീകരിച്ചിട്ടുള്ള ആദർശ ചിന്തയാണ്. ഞങ്ങളത് തുടർന്ന് പോവുക എന്നുള്ളത് തന്നെയാണ്. വളരെ ഓപ്പണാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഞങ്ങളെപ്പോലെ ആ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയില്ല. ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ഓപ്പണാണ്. നമ്മൾ ഇന്ത്യക്കാർ, അതാ ഭരണഘടനയെ പോലും പറയുന്നത്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അത് പാലിച്ചു പോകുന്ന ആളുകളാണ് ഞങ്ങൾ. അതല്ലാതെ ഇതിനകത്ത്
ഞാൻ ഈ ഒരു സെക്ടേറിയൻ വി ദ ഹിന്ദു പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നോ വി ദ മുസ്ലിം പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നോ വി ദ ക്രിസ്ത്യൻ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നൊന്നും ഭരണഘടനയിലില്ല. ഭരണഘടനയിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവരാണ്. ജനങ്ങളെ എല്ലാം ഒരുപോലെ കാണുകയാണ്. മറ്റ് സാമുദായിക സ്പർദ്ധയില്ലാതെ തർക്കങ്ങളില്ലാതെ പ്രാദേശികമായ മറ്റ് തർക്കങ്ങളില്ലാതെ എല്ലാവരെയും ഒരുമിപ്പിച്ച് കാണുന്ന ഒരു സമീപനം, ആ സമീപനമാണ് സക്സസ്ഫുൾ ആകുന്നത്. CPM-ലും CPI-ലും ഒക്കെ ചില വിമത നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ജി സുധാകരൻ മത്സരിക്കുമെന്ന് പറയുന്നു, അതുപോലെ തന്നെ CC മുകുന്ദൻ മത്സരിക്കുമെന്ന് പറയുന്നു. ഇതിനോടൊക്കെ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് എന്താണ് ഈ നീക്കങ്ങളോട്? ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയറാണ്. കാരണം ഞങ്ങൾ ഇവരെടുത്തിട്ടുള്ള നയപരമായ കാര്യങ്ങളെ അതത് കാലത്ത് തിരുത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. CPI ഞങ്ങളുടെ കൂടെ നിന്ന ഒരു ഘടകകക്ഷിയായിരുന്നു. CPM ഞങ്ങളോടൊപ്പം അങ്ങനെ നിന്നിട്ടില്ല. പക്ഷേ എന്നാലും ആ പാർട്ടിക്കകത്ത് കറക്ഷൻസ് ഉണ്ടാകണം എന്നുള്ള ബഹുജനങ്ങളുടെ അഭിപ്രായം ഞങ്ങളും പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരവരുടേതായ ലൈനിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയില്ലാതെ പോവുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആദർശ തർക്കത്തിലെല്ലാവരും ആ തർക്കം നമ്മളും അവരുമായിട്ടൊക്കെ ഉണ്ട്. നമ്മൾ നമ്മുടേതായ നിലപാടിൽ പോവുകയാണ്. ജി സുധാകരൻ മത്സരിച്ചാൽ, സ്വതന്ത്രനായി മത്സരിച്ചാൽ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ UDF എന്തെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ട്? അതെല്ലാം നേരത്തെ തലത്തിൽ തീരുമാനിക്കും. ഒരു കാര്യം ഞാൻ പറയാം, ജി സുധാകരൻ ആദർശശുദ്ധിയുള്ള അത്യുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ആ നിലപാടുകൾ മാത്രമേ എടുക്കൂ. ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ്. പാർട്ടിയുടെ എല്ലാ തിയററ്റിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിലയിരുത്താൻ കഴിയുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ജി സുധാകരനെ ചെറുതായി കാണണ്ട. ജി സുധാകരൻ എന്ന് പറയുന്നത് ഒരു തലമുറയുടെ ശബ്ദമായി അത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ജി സുധാകരനുമായിട്ട് നല്ല അടുപ്പത്തിൽ പോകണം എന്നുള്ളതാണ് നമ്മളെപ്പോലുള്ള ആളുകളുടെ ആഗ്രഹം. ഇക്കുറിയും അങ്ങ് കോട്ടയത്ത് മത്സരിക്കുമെന്ന് ഉറപ്പാണല്ലോ. കോട്ടയത്തും ഈ കോട്ടയം ജില്ലയിൽ പൊതുവെയും എന്തായിരിക്കും ഒരു UDF-ൻ്റെ നില? ഞങ്ങൾ വളരെ മെച്ചപ്പെട്ട നിലയിലാണ്, സംശയമൊന്നുമില്ല, എല്ലാവർക്കും അറിയാതെ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിരുന്ന കാലത്ത് പോലും ഞങ്ങൾക്ക് ഈ ജില്ലയിൽ എത്ര സീറ്റായിരുന്നു? 4 സീറ്റ്. നന്നായിട്ട് അല്ല, ഞങ്ങൾ കടുത്തുരുത്തി ജയിച്ചില്ലേ, പാലാ ജയിച്ചില്ലേ, കോട്ടയം ജയിച്ചില്ലേ, പുതുപ്പള്ളി ജയിച്ചില്ലേ. അപ്പോൾ നമുക്ക് കോട്ടയം ജില്ലയിൽ ഒട്ടും കുഴപ്പമില്ലാത്ത രൂപത്തിലുണ്ടായിരുന്നു ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പാർലമെൻറ്റ് ഇലക്ഷൻ വന്നപ്പോൾ എന്തായി? തൂത്തുവാരി. ഈ ജില്ലയിലെ എല്ലാ സീറ്റുകളും ഞങ്ങൾ തൂത്തുവാരി. ഈ ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാട് കൊണ്ട് ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി കൂടുതൽ ശക്തിയായി നിൽക്കുകയാണ്. അത് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എങ്കിലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ മറുഭാഗത്തേക്ക് പോയത് ഒരല്പം ക്ഷീണം ചെയ്തിട്ടുണ്ടാവില്ലേ? അവർ മറുഭാഗത്ത് പോയപ്പോൾ തന്നെയാണല്ലോ ഈ പാർലമെൻറ്റിൽ ഞങ്ങൾ ജയിച്ചത്. അതുകൊണ്ട് അത് അങ്ങനെ ഒരു ഞങ്ങളുടെ വോട്ടിംഗ് ബേസിനെ ബാധിച്ചു എന്നൊരു വിലയിരുത്തലില്ല. ഉണ്ടെങ്കിൽ പിന്നെ ഫ്രാൻസിസ് ജോർജ് ജയിക്കത്തില്ലല്ലോ. ഈ പറയുന്ന 10 നിയോജക മണ്ഡലങ്ങളും ചേർന്നതല്ലേ ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലം. അതിനകത്ത് നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ 2 നിയോജക മണ്ഡലം, ചങ്ങനാശ്ശേരിയും തൊട്ടിപ്പുറത്ത് 2 നിയോജക മണ്ഡലം ഒഴിച്ച് ബാക്കി മുഴുവൻ കോട്ടയം നിയോജക മണ്ഡലത്തിലല്ലേ പാർലമെൻറ്റിൽ. ആ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ നല്ല വിജയം നേടിയില്ലേ? LDF എപ്പോഴും ആരോപിക്കുന്ന ഒരു കാര്യം കോൺഗ്രസ്സിലെ ഗ്രൂപ്പിസവും നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ചുമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ തന്നെ ജി സുധാകരൻ അതൃപ്തി പ്രകടിപ്പിച്ചു എന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരികയുണ്ടായി. ഇതൊക്കെ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളീ മാത്രമേ ഉള്ളൂ ഗ്രൂപ്പിസ് എന്നത്. പക്ഷേ ഇപ്പം ജി സുധാകരൻ പറയുന്നത് കേട്ടിട്ട് അതിനേക്കാൾ എത്രയോ ഹീനമായ ഗ്രൂപ്പിസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. PK ശശി പറയുന്നത് കേട്ടിട്ട് എന്താ പറയാൻ തോന്നിയിട്ടുള്ളത്? അതിനകത്തുനിന്ന് ആട്ടപടലെ ആളുകൾ ഇറങ്ങിയിരിക്കല്ലേ. ഐഷ പോറ്റി പറയുന്നത് കേട്ടിട്ട് എന്താ പറയുന്നത്? ഞാൻ വിചാരിച്ചു ഇവരൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ പാർട്ടി മാത്രമേ ഗ്രൂപ്പുള്ളൂ എന്ന്. പക്ഷേ ഇപ്പോൾ മനസ്സിലായില്ലേ, ആളി കത്തിയാലും അമർന്ന് കത്തിയാലും തീ തന്നെയാണ്. അപ്പോൾ ഇത്രയും നേരം സംസാരിച്ചത് വളരെ സന്തോഷം. എല്ലാ വിജയാശംസകളും നേരിടും. ആയിക്കോട്ടെ.